ഹലോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടായി നിൽക്കുന്ന വേപ്പില പറിക്കലാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാനും അമ്മയും ഇങ്ങനെ പറമ്പിൽ ഇറങ്ങിയിട്ട് നമ്മുടെ വേപ്പില ചെടിയാണ് കേട്ടോ, നല്ല വലിയ ചെടിയാണ്. അതിലിങ്ങനെ ഒരുപാട് വേപ്പിലകൾ ഇങ്ങനെ തളിർത്ത് തളിർത്ത് കിടക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരുപാടങ്ങ് പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഞങ്ങൾ പറിച്ചങ്ങ് മാറ്റി വെച്ചു. എങ്കിലും കുറച്ചുകൂടി പറിക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ നല്ല വേപ്പിലയാണ്, നല്ല ശുദ്ധമായിട്ടുള്ള വേപ്പിലയാണ്. അതുപോലെ തന്നെ മരുന്നോ കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല, കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള വേപ്പിലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ അത്രയും അസുഖങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടും കേട്ടോ. ഇങ്ങനെ സ്പ്രേ ഒക്കെ അടിച്ചിട്ടുള്ള വേപ്പിലകളൊക്കെ നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടും. അതൊന്നും ഇങ്ങനെ വാങ്ങി ഉപയോഗിക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിൽ തന്നെ ഒരു വേപ്പില തൈ വാങ്ങിയിട്ട് നട്ട് വളർത്തിയിട്ട് അതിൽ നിന്ന് നമ്മളിങ്ങനെ വേപ്പില തണ്ടുകൾ ഒടിച്ചെടുക്കുമ്പോൾ എന്നിട്ടത് കറിയിലൊക്കെ ഇടുമ്പോൾ ഉള്ളൊരു സന്തോഷം വേറെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഫ്രഷ് വേപ്പിലയാണ് കേട്ടോ അമ്മ ഇപ്പോൾ കാണിച്ചു തന്നത്. ഇപ്പോൾ ഈ കണ്ട ഈ വലിയ മരം മാത്രമല്ല കേട്ടോ നമുക്കുള്ളത്, മുറ്റത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ട് ഒരുപാട് വലിയ വലിയ വേപ്പില തൈകളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിന്ന് പറിച്ചത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കുറേ വേപ്പിൻ തൈകൾ അവിടെ വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ചിലതൊക്കെ അമ്മ അതിൽ നട്ട് പിടിപ്പിക്കുന്നതാണ്, ചിലതൊക്കെ താനെ മുളച്ച് വരുന്നതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എസ്പെഷ്യലി അമ്മേനെ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് മെസ്സേജൊക്കെ വന്നു. അമ്മയുടെ വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ടും ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ.